പരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നതായ വേദഭാഗങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ചില വാക്കുകൾ നമുക്ക് കാണുവാൻ ചിന്തിക്കുവാൻ നമുക്ക് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണത്തിലെ നമുക്ക് ചിന്തിച്ചതായ വിഷയങ്ങൾ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ, സന്തോഷമുള്ളതായ വ്യക്തി എങ്ങനെയാണ് ആയിരിക്കുന്നത് എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ബ്ലെസ്ഡ് ആർ ദോസ് ഹു പൂർ ഇൻ ഹാർട്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് ചിന്തിപ്പാനിടയായി തീർന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുന്നത് നമ്മുടെ നിസ്സഹായമായിരിക്കുന്ന അവസ്ഥ, ഒരുവന് നിസ്സഹായമായിരിക്കുന്ന ഒരു ഹൃദയമുള്ളതായ വ്യക്തി, തന്നെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നതായ വ്യക്തി, ആ വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. സ്തോത്രം. എന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കും, എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയുമെന്ന് പറയുന്ന വ്യക്തിയല്ല. എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല, ഞാൻ നിസ്സഹായനാണ്, ഞാൻ പാപിയാണെന്ന് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മാവിൽ ദരിദ്രനായിരിക്കുന്ന വ്യക്തി. ആ വ്യക്തിയാണ് ഭാഗ്യവാനെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്ഡ് ആർ ദോസ് ഹു മോൺ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിലവിളിക്കുന്നവർ, കരയുന്നവർ ഭാഗ്യവാന്മാർ. ഇതിൻ്റെ കാരണം, കരയുന്നവർ, സ്വന്തം പാപത്തെ ഓർത്ത്, സ്വന്തം നിസ്സഹായതയെ ഓർത്ത് കരയുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് ദൈവവചനം പറയുന്നു. ഇനി അടുത്തത് നമ്മൾ ചിന്തിച്ചത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ സൗമ്യമായിരിക്കുന്നവർ, ദോസ് ഹു മീക്ക്. ആരാണ് മീക്ക് ആയിരിക്കുന്നവർ? ആരാണ് സൗമ്യതയായിരിക്കുന്നവർ? സൗമ്യതമായിരിക്കുന്നവർ എന്ന് പറയുന്നത് ദേഷ്യപ്പെടാത്തവർ എന്ന് വെച്ചാൽ ആംഗ്രിലെസ്നെസ്. അതേ, നീതിക്ക് വേണ്ടി കോപിക്കുന്നവർ, ശരിയായ സമയത്തിൽ കോപിക്കുന്നവർ, അതെ, അനീതി കാണുമ്പോൾ ശബ്ദമുയർത്തുന്നവർ, എന്നാൽ അനീതി കാണുമ്പോൾ ദേഷ്യപ്പെടുന്നവർ, ഇവരൊക്കെയാണ് ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അപ്പോൾ അനീതി കാണുമ്പോൾ ശബ്ദമുയർത്തുന്നവർ, അനീതിക്ക് ദേഷ്യപ്പെടുന്നവർ, ഇവരാണ് സൗമ്യന്മാർ എന്ന് ആണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ബ്ലെസ്സഡ്നെസ്സിനെ കുറിച്ച്, ഭാഗ്യവാനെ കുറിച്ച് ഈ മത്തായി രേഖപ്പെടുത്തുന്നതാണ് 6ാമത്തെ വാക്യം. ഒരാൾക്ക് 6ാമത്തെ വാക്യം വായിക്കാം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അപ്പോൾ യേശു പഠിപ്പിച്ചതായ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ലോകം ചിന്തിക്കുന്നത് പോലെയുള്ള സ്വഭാവമല്ല, അല്ലെങ്കിൽ ലോകം ചിന്തിക്കുന്നതായ ആ ചിന്തയ്ക്ക് വിപരീതമാണ്. ഇപ്പൊ ലോകം ചിന്തിക്കുന്നത് എന്താണ്? ലോകം ചിന്തിക്കുന്നത് ഇതാണ്: സമ്പന്നരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, സന്തോഷിക്കുന്നവർ ഭാഗ്യവാന്മാർ, വളരെ ധൈര്യത്തോടുകൂടെ സംസാരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നൊക്കെയാണ് ലോകപ്രകാരമുള്ളതായ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളത്. സൗമ്യനായിരിക്കുന്ന ഒരു വ്യക്തിയെ ആളുകൾക്ക് ഇഷ്ടമാണോ? എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ആളുകൾക്ക് ഇഷ്ടമാണോ? ദരിദ്രനായിരിക്കുന്ന വ്യക്തിയെ ആളുകൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ ലോകത്തിൻ്റെ തത്വത്തിന് വിപരീതമായിട്ടാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ യേശു പഠിപ്പിച്ചത് ദരിദ്രനായവർ ഭാഗ്യവാന്മാർ. യേശു പഠിപ്പിച്ചത് ദുഃഖിക്കുന്നവർ, കരയുന്നവർ, നിലവിളിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു പഠിപ്പിച്ചത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഇനി അടുത്ത യേശു പഠിപ്പിച്ചത് ദാഹിക്കുന്നവർ, വിശക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ വിശക്കുന്നവർ എങ്ങനെയാണ് ഭാഗ്യവാനാകുന്നത്? ദാഹിക്കുന്നവർ എങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? അപ്പോൾ യേശു പറയുന്നത് വിശപ്പും ദാഹം ഉള്ളവന് മാത്രമേ തൃപ്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കിങ്ഡം പ്രിൻസിപ്പിൾസ്, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്.
അപ്പോൾ അടുത്ത ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു പഠിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് നീതിയുടെ രാജ്യത്തെക്കുറിച്ചാണ്. യേശു ഒരിക്കലും പൊളിറ്റിക്കൽ കിങ്ഡത്തെ കുറിച്ച് പ്രസംഗിച്ചില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് ചിന്തിച്ചത്. യേശു ഒരു പൊളിറ്റിക്കൽ കിങ്ഡത്തെ കുറിച്ച്, ഒരു രാഷ്ട്രീയം, ലൗകികമായിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് യേശു പ്രസംഗിച്ചിട്ടില്ല. ലൗകികമായിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് യേശു പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ യേശു സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് ആത്മീകമായിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആത്മീയമായിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് യേശു പ്രസംഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. ശിഷ്യന്മാരിൽ പലർക്കും യേശുവിന്റെ കൂടെ ഇരിക്കുവാനുള്ള പൊസിഷൻ, അധികാരം വേണമെന്ന് അവർ ചിന്തിച്ചു, ആഗ്രഹിച്ചു. യേശു മശിഹായായി രാജാവായിട്ട് വരുമ്പോൾ യേശുവിനോടുകൂടെ വാഴണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണ് യേശു സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ യേശുവിന്റെ പ്രസംഗത്തിലൊന്നും രാഷ്ട്രീയമായിരിക്കുന്ന ഉദ്ദേശം, പൊളിറ്റിക്സ് ആയിരിക്കുന്ന ഉദ്ദേശം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം സഭയ്ക്കകത്ത് എങ്ങനെ കടന്നുകൂടി എന്നുള്ളതാണ്. രാഷ്ട്രീയം സഭയ്ക്കകത്ത് എങ്ങനെ കടന്നുകൂടി എന്നുള്ളതാണ്. അധികാരത്തിനു വേണ്ടി അധികാരമോഹികളായി സഭ എങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് കൂടി പറഞ്ഞാൽ, രാഷ്ട്രീയം പ്രവർത്തിക്കുന്നവർ, സഭയ്ക്കകത്ത് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നവർ, അധികാരത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒറ്റയെണ്ണം ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം യേശു രാഷ്ട്രീയം പ്രസംഗിച്ചില്ല. യേശുവിന്റെ പ്രസംഗം ആത്മീകമായിരുന്നു. ആത്മീയ രാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത് ആത്മീയ രാജ്യമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭ അത് ഒരിക്കലും രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ഉന്നമനത്തിന് ആഹ്വാനം കൊടുക്കുവാൻ പാടില്ല. സ്തോത്രം. യേശു പഠിപ്പിച്ചത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. യേശു പഠിപ്പിച്ചത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ എന്താണ് നീതി എന്ന് പറയുന്നത്? റൈറ്റ്യസ്നെസ് എന്നാണ് നീതി എന്ന് പറയുന്നതാണ്. നീതി എന്ന് പറയുന്നത് റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ്. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ഒരു പ്രാഗൽഭ്യം, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം, അതാണ് റൈറ്റ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ആ പ്രാഗൽഭ്യത്തിനായി വിശപ്പ് വേണം, ദാഹം വേണം. സ്തോത്രം. അപ്പൊ നമ്മുടെ ദാഹം എന്തിനു വേണ്ടി ആയിരിക്കണം? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള, ആ നീതിക്ക് വേണ്ടിയുള്ള, നന്മയ്ക്ക് വേണ്ടിയുള്ള, നന്മ എന്ന് പറയുമ്പോൾ ഭൗതികമായിരിക്കുന്ന നന്മയല്ല, നല്ലത് ചെയ്യുവാനുള്ളതായ ആ ഒരു നല്ലത് ചെയ്യുവാനുള്ളതിന് വേണ്ടിയുള്ള ദാഹമായിരിക്കണം. അത് ആ രാജ്യത്തെക്കുറിച്ചാണ് യേശു പ്രസംഗിച്ചത്. സ്വാർത്ഥരാകുവാനല്ല യേശു പറഞ്ഞത്, സ്വന്തം കാര്യങ്ങൾ നോക്കുവാനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുവാനാണ് യേശു പറഞ്ഞത്. മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുവാനാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഈ വിശപ്പും ദാഹവും നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനും ഒരു പരിധി വരെയൊക്കെ കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശപ്പിനെ കുറിച്ചും ദാഹത്തെക്കുറിച്ചും ഒരു പരിധി വരെ. അങ്ങനെ ഭക്ഷണമില്ലാതെ ഒരുപാട് നാളുകളൊന്നും പട്ടിണി കിടക്കേണ്ട അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ അങ്ങനെ പട്ടിണി കിടക്കുന്നവരും ഇന്നും ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശപ്പോടുകൂടെ, ദാഹത്തോടുകൂടെ ആയിരിക്കുന്ന അനേകരുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ യുദ്ധ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലും, യുദ്ധം നടന്നിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾ വിശപ്പോടുകൂടെ, ദാഹത്തോടുകൂടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിലും, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായ, ചിന്തിക്കുന്നതായ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ ദാഹിക്കുന്നവർ അല്ലെങ്കിൽ വിശക്കുന്നവർ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് വിശക്കുന്നവർ, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ,
അപ്പോൾ നീതി ലഭിക്കുവാൻ വേണ്ടി വിശപ്പുണ്ടായിരിക്കണം. ആദിമ നൂറ്റാണ്ടിൽ ആ ആളുകൾ വളരെ മൈലുകൾ നടന്നതിന് ശേഷം, ഞാൻ ഇത് പറയുന്നത് സാധാരണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്, വളരെ മൈലുകൾ നടന്നു കഴിയുമ്പോൾ അവർക്ക് വലിയ വിശപ്പുണ്ടാകും, വലിയ ദാഹമുണ്ടാകും. ഈ മൈലുകൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് പാലസ്തീനിൽ ആദിമ നൂറ്റാണ്ടിൽ, ഫസ്റ്റ് സെഞ്ചുറിയിൽ വളരെ മൈലുകൾ നടന്ന് അവരെ നീങ്ങുമ്പോൾ ഉഷ്ണക്കാറ്റുകൾ അടിക്കും. ഈ ഉഷ്ണക്കാറ്റുകൾ അടിക്കുമ്പോൾ മണലോടുകൂടെയാണ് ഈ കാറ്റുകൾ അടിക്കുന്നത്. അപ്പോൾ അവര് യാത്ര ചെയ്യുന്നത് വലിയ തുണികളൊക്കെ എടുത്ത് മുഖമൊക്കെ മറച്ച് അല്ലെങ്കിൽ തലയൊക്കെ കവർ ചെയ്തിട്ടാണ് ഇവര് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വലിയ ഉഷ്ണക്കാറ്റുകൾ അടിക്കുമ്പോൾ ഈ ഉഷ്ണക്കാറ്റിനകത്തുള്ള മണലുകൾ ഇവരുടെ വായ്ക്കകത്തോട്ട് കയറും. അപ്പോൾ ഇവർക്ക് അങ്ങനെ നടന്ന് അവർക്ക് കുടിക്കുവാനുള്ള വെള്ളം അവർക്ക് ലഭിക്കുമ്പോൾ, വെള്ളം ലഭിക്കുമ്പോൾ ആ വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹം, അമിതമായിരിക്കുന്ന ആ ദാഹം, അങ്ങനെ അവർ വെള്ളം കുടിക്കുമ്പോഴാണ് അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ മൈലുകൾ യാത്ര ചെയ്ത വ്യക്തിക്കുണ്ടാകുന്നൊരു ദാഹം, മൈലുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്നതായ ദാഹം. സ്തോത്രം. കുഴപ്പമില്ല, അത് കൊള്ളാവുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ മൈലുകൾ അവർ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ ദാഹം. ഇനി വിശപ്പ്. ഇനി ഈ ആദിമ നൂറ്റാണ്ടിൽ വിശപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർക്ക് ഒരു ദിവസത്തെ വേതനം എന്ന് പറഞ്ഞാൽ 1 ദിനാരിയസ് ആണ്. 1 ദിനാരിയസ് ആണ് ഒരു ദിവസത്തെ അവർക്ക് വേതനം. അതായത് ഒരു സാധാരണക്കാരനായിരിക്കുന്ന, പാവപ്പെട്ടവനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് 1 ദിനാരിയസ് ആണ് അവർക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ സാധാരണ അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം ബ്രെഡ്, ലെൻറ്റിൽസ്, ചീസ്, ഇങ്ങനെയുള്ളതായ ഭക്ഷണമാണ് അവർക്ക് ഭക്ഷിക്കുവാനുള്ളത്. മീറ്റ്, ഇറച്ചി കഴിക്കണമെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യമാണ് അവർക്ക് മീറ്റ് കഴിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്. ചിലവർക്ക് അങ്ങനെ ആഴ്ചയിൽ 1 ദിവസം പോലും അഫോർഡ് ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ടവരുള്ള ഒരു സമയമാണ്, ദരിദ്രരായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചിലരൊക്കെ മീറ്റ് കഴിക്കുന്ന ഫെസ്റ്റിവൽ സമയത്താണ് അവർക്ക് മീറ്റ് കഴിക്കുന്നത്. ലാം മീറ്റുകളൊക്കെ കഴിക്കുന്നത് ഫെസ്റ്റിവൽ സമയത്താണ്. അപ്പോൾ അങ്ങനെ വിശന്നിരിക്കുന്നവർ, ശരിയായ പോഷകം ലഭിക്കാതിരിക്കുന്നവർ, അന്നത്തെ ആ കാലഘട്ടത്തിൽ ജോലി വളരെ കഠിനമായിരിക്കുന്ന ജോലി, കഠിനമായിരിക്കുന്ന അധ്വാനം, എന്നാൽ അവർക്ക് സംതൃപ്തി, വിശപ്പ് ലഭിക്കുന്നില്ല. അപ്പോൾ അവരോടാണ് യേശു പറയുന്നത്, നിങ്ങൾ ദാഹിക്കേണ്ടത്, നിങ്ങൾക്ക് വിശപ്പുണ്ടാകേണ്ടത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വിശപ്പുണ്ടാകേണ്ടത്. നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് വിശപ്പുണ്ടാകേണ്ടത്. സ്തോത്രം. നമുക്കറിയാം, ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് ആലയം പണിയുവാൻ ആഗ്രഹിച്ചു, ദൈവാലയം പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ദാവീദിനോട് എന്താ പറഞ്ഞേ? നീ ആലയം പണിയണ്ട, കാരണം നിന്റെ കൈ രക്തം ചൊരിഞ്ഞതാണ്, അതുകൊണ്ട് നീ ആലയം പണിയരുത്. എന്നാലും എങ്കിൽ പോലും ആലയം പണിയുവാനുള്ള ആഗ്രഹം ദാവീദ് പല പ്രാവശ്യം ആഗ്രഹിച്ചു, ആലയം പണിയണമെന്ന് ആഗ്രഹിച്ചു. അത് ശലോമോൻ പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ യഹോവ എന്റെ അപ്പനായിരിക്കുന്ന ദാവീദിനോട് എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ. എന്റെ നാമത്തിനു വേണ്ടി ഒരു ആലയം പണിയണമെന്ന താല്പര്യം നിനക്കുണ്ടായല്ലോ. അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീ അല്ല. മതി. നോക്കുക, അങ്ങനെ ഒരു താല്പര്യം നിനക്കുണ്ടായല്ലോ. അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, യു ഡിഡ് വെൽ ഇൻ യുവർ ഹാർട്ട്. ദാവീദിനെ കുറിച്ച് ദൈവം, യഹോവ അരുളി ചെയ്യുകയാണ്, യു ഡിഡ് വെൽ ഇൻ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് നല്ലതാണ്. അപ്പൊ നല്ലത് ചെയ്യുവാനുള്ള ആഗ്രഹം വന്നു. അപ്പോൾ ദാവീദിനോട് പറയുക, നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ചിന്തിച്ചത് നല്ലതാണ്, നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ചിന്തിച്ചത് നല്ലതാണ്. സ്തോത്രം. അപ്പോൾ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, നന്മ ചെയ്യുവാൻ വേണ്ടി ദാഹിക്കുന്നവർ,
ദൈവത്തിന് വേണ്ടി നല്ലത് ചെയ്യുവാൻ, അതായത് നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. സ്തോത്രം. ഇതാണ് കിങ്ഡം പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു ദാഹമുണ്ടായിരിക്കണം. നല്ലത് ചെയ്യുവാൻ വേണ്ടി, നീതി ചെയ്യുവാൻ വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, സ്വന്തം ചിന്തകൾക്ക് വേണ്ടിയല്ല, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഓടേണ്ടത്. മറിച്ച് നല്ലത് ചെയ്യുവാനുള്ളതായ ഒരു ആഗ്രഹം, നല്ലത് ചെയ്യുവാനുള്ള ദാഹം, അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. അവരെയാണ് ദൈവം മാനിക്കുന്നത്. ഇനി അടുത്ത വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 5:7 വാക്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അടുത്ത ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അവർക്ക് കരുണ ലഭിക്കും. അപ്പൊ കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കുകയില്ല. അപ്പൊ കരുണ കാണിക്കുന്നവന് കരുണ ലഭിക്കും, കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. അപ്പൊ നമ്മൾ കരുണ കാണിച്ചില്ലെങ്കിൽ കരുണ കാണിക്കാത്ത ന്യായവിധി നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. അപ്പൊ ദൈവം നമ്മോട് ക്ഷമിച്ചത് കൊണ്ട് നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. അപ്പൊ ദൈവം നമ്മോട് ക്ഷമിച്ചത് കൊണ്ട്, why we need to forgive others? Why we need to forgive others? ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ദൈവം നമ്മോട് ക്ഷമിച്ചില്ലേ? ദൈവം നമ്മോട് കരുണ കാണിച്ചില്ലേ? അപ്പൊ ദൈവം നമ്മോട് കരുണ കാണിച്ചെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കണ്ടേ? പാപിയായിരിക്കുന്ന നമ്മെ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന നമ്മെ, നാം സങ്കീർത്തനത്തിലൂടെ കേട്ടതുപോലെ പാപത്തിന്റെ ചെളിക്കകത്ത് കുഴഞ്ഞതായ നമ്മെ, കുഴഞ്ഞ ചെറ്റിൽ നിന്ന് നമ്മെ വലിച്ചു കയറ്റിയ ആ ദൈവത്തിന്റെ കരുണയോർത്ത് നാം ക്ഷമിക്കണം. അപ്പോൾ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മോട് കരുണ കാണിച്ചു. സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മോട് കരുണ കാണിച്ചു. അങ്ങനെയെങ്കിൽ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണം. അപ്പോൾ കരുണ അല്ലെങ്കിൽ ക്ഷമിക്കുക, forgive others എന്ന് പറയുന്നത്, ജീവിതത്തിൽ അൺഫോർഗീവ്നെസ് ആയി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സഹായമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അസഹനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണത്. ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥയാണത്. മറ്റുള്ളവനെ ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന കരുണ എന്ന് പറയുന്നത്, ഇത് ചെറിയ കരുണകൾ. നമ്മൾ മുമ്പ് ഇതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ചിന്തിച്ചല്ലോ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. അപ്പോൾ നീതി എന്ന് പറയുന്നത് ചെറിയ നീതിയല്ല, ചെറിയൊരു നീതിയല്ല, അല്ലെങ്കിൽ പാർട്ട് ഓഫ് റൈച്ചസ് അല്ല. എന്ന് വെച്ചാൽ ഒരുവൻ എല്ലാ പാപവും ചെയ്യുന്നു, എല്ലാ തെറ്റുകളും ചെയ്യുന്നു. എന്നാൽ ഈ തെറ്റ് ചെയ്യുന്നവന് എന്ത് ചെയ്യുന്നു? ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ അവനെ സഹായിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അവനെല്ലാ പാപവും, അവനെ ഗാംബ്ലിംഗ് ചെയ്യുന്നു, മറ്റുള്ളവനെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നടക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു. അങ്ങനെ എല്ലാ തെറ്റും ചെയ്യുന്ന വ്യക്തി ഒരുവന് നന്മ ചെയ്യുന്നു. പക്ഷെ ദൈവം പറയുന്ന നീതി എന്ന് പറയുന്നത് ഹോൾ റൈച്ചസ്നെസ് ആണ്, മുഴുവൻ നീതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗം മാത്രമല്ല, ഒരു സ്ഥലത്തിൽ മാത്രമല്ല നമ്മൾ നീതി ഉണ്ടാക്കുന്ന, ഹോൾ റൈച്ചസ്നെസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക, മറ്റുള്ളവനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ മുഴുവൻ പാപവും ക്ഷമിച്ചതുകൊണ്ട് നാം മറ്റുള്ളവരോടും മുഴുവനായിട്ട് നമ്മൾ ക്ഷമിക്കണം. അതാണ് കർത്താവ് പ്രാർത്ഥനയിൽ, ലോർഡ്സ് പ്രയറിൽ പറഞ്ഞ കാര്യം. എന്താണ് ക്ഷമയെക്കുറിച്ച് ലോർഡ്സ് പ്രയറിൽ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങളും
ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ, 14 വാക്യം, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. അപ്പോൾ നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അപ്പോൾ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ ദൈവം നമ്മുടെ പിഴകളെ നമ്മോടും ക്ഷമിക്കുവാനിടയായിത്തീരും. സ്തോത്രം. നമുക്കറിയാം, ഒരു വ്യക്തി കടം വാങ്ങിച്ചതായ ഒരു വ്യക്തി 10,000 താലന്ത് കടം വാങ്ങിച്ചതായ വ്യക്തിയെക്കുറിച്ച് യേശു ഉപമ അറിയുന്നുണ്ട്. 10,000 താലന്ത് വാങ്ങിച്ച വ്യക്തി യജമാനന്റെ അടുക്കൽ ചെന്നു, കരഞ്ഞു പറഞ്ഞു, യജമാനനെ, എനിക്ക് ഈ 10,000 താലന്ത് തിരിച്ചു തരുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല, എനിക്ക് അതിനെ കൊണ്ട് സാധിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അവനോട് മനസ്സലിവ് തോന്നി, അവനോട് കരുണ കാണിച്ചു. അവനോട് പറഞ്ഞു, കടം എല്ലാം ഇളച്ച് കിട്ടിയിരിക്കുന്നു. അപ്പം അധികം അവനെന്ത് ചെയ്തു? ഇളച്ച് കൊടുത്തു. അങ്ങനെ ഇളച്ച് കിട്ടിയ വ്യക്തി അവന് മുമ്പോട്ട് കടന്നു വരുമ്പോൾ അവന് ഒരു 100 വെള്ളിക്കാശ് കൊടുക്കുവാനുള്ള വ്യക്തിയോട് കണ്ട് അവനുമായിട്ട് വഴക്കിട്ടു, അവനെ ജയിലിൽ പറഞ്ഞയച്ചു. നോക്കുക, അധികം ഇളച്ചു കിട്ടിയവൻ മറ്റുള്ളവനോട് കരുണ കാണിക്കണമെന്ന് യജമാനൻ ആഗ്രഹിച്ചു. അധികം ഇളച്ചു കിട്ടിയവൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് അവനെ ആഗ്രഹിച്ചു. എന്നാൽ ഇവൻ എന്താണ് ചെയ്തത്? ഇവനെ കടം കൊടുക്കുവാനുള്ളവനെ അവൻ പീഡിപ്പിച്ചു. സ്തോത്രം. എന്ന് വെച്ചാൽ നാം ക്ഷമിക്കപ്പെട്ടവരാണ്. നമ്മുടെ കടം ദൈവം മാറ്റി. പിതാവായിരിക്കുന്ന ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ പാപങ്ങളെ, കൊടും പാപിയായിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. ആ പാപങ്ങളെ ദൈവം ക്ഷമിച്ചെങ്കിൽ നാം മറ്റുള്ളവരോടും ക്ഷമിക്കണം. സ്തോത്രം. നമുക്കറിയാം, ഈ സിമ്പതി ആൻഡ് എംപതി എന്ന് പറഞ്ഞ് നമുക്കറിയാമോ? ഈ സിമ്പതി എന്ന് പറയുന്നത് എന്താണ്? സോറി ഫീലിംഗ് ആണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ സോറി ഫീലിംഗ്. ഇപ്പം ചിലരുടെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എന്തെയും മനസ്സിലായി, വി ഫീൽ വെരി സോറി ഫോർ ദാറ്റ്, റൈറ്റ്? അപ്പം ആ സിമ്പതിയെ കുറിച്ചല്ല യേശു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എംപതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവന്റെ പ്രയാസം കാണുമ്പോൾ, ഒരുവന്റെ ദുഃഖം കാണുമ്പോൾ അവനോടുകൂടെ ചേർന്ന് ഇരുന്ന് അവൻ്റെ ദുഃഖത്തിൽ, അവൻ്റെ ലെവലിലേക്ക്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവൻ്റെ ആ തലത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, അവൻ അനുഭവിക്കുന്ന വേദനകൾ, ആ വ്യക്തി അനുഭവിക്കുന്ന വേദനകൾ അതുപോലെ മനസ്സിലാക്കി അവനോടുകൂടെ അവനോട് കരുണ കാണിക്കുന്നതിനാണ് യഥാർത്ഥ കരുണ, അല്ലെങ്കിൽ എംപതി എന്ന് പറയുന്നത്. ഈ എംപതിയാണ് ഈ ക്രിസ്തു പറയുന്ന കരുണ കാണിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ നമുക്കറിയാം, നാം മറ്റുള്ളവരോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ മറ്റുള്ള നിസ്സഹായത കണ്ട് അവനോടുകൂടെ നടക്കുവാൻ നാം ആഗ്രഹിക്കണം, നടക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാം, യേശു എൻ്റെ നിര്യാണ കാലം, ക്രൂശീകരണത്തിൻ്റെ സമയം അത് അടുത്തതായ സമയത്ത് യേശു സ്നേഹിച്ചതായ ഒരു ഭവനത്തിലേക്ക് ചെന്നു. യേശു സ്നേഹിച്ച ഭവനത്തിലേക്ക് ചെന്നു. അത് ആരുടെ ഭവനമാണ്? മാർത്തയും മറിയയുടെയും. അപ്പോൾ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു ചെന്നു. അപ്പോൾ യേശുവിനോട് ഏറ്റവും കരുണ കാണിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു അതിഥി സൽക്കാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തി ആരാ? മാർത്ത. അപ്പോൾ മാർത്ത അടുക്കളയ്ക്കകത്ത് കയറി യേശുവിന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാനായിട്ട് യേശു ആഗ്രഹിച്ചു. മാർത്ത അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്, വ്യാകുലപ്പെടുകയാണ്. അവൾ വളരെ പ്രയാസേന, വളരെ അധ്വാനിച്ച് യേശുവിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി തൻ്റെ സഹോദരി തന്നോട് സഹകരിക്കുന്നില്ല. അപ്പോൾ ഉടനെ ഈ മാർത്ത ചെയ്ത വിഷയം എന്താണെന്ന് അറിയാമോ? അടുക്കളയ്ക്കകത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലേ? നമുക്കറിയാം, സഹോദരിമാരെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പാത്രങ്ങളുടെ ശബ്ദം, ഒരു വീട്ടിലെ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് അസാധാരണമായിരിക്കുന്ന പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, അന്നത്തെ വീട്ടിൽ സമാധാനം കുറവായിരിക്കും, അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് മാർത്ത ഇങ്ങനെ തത്രപ്പാടിൽ നിൽക്കുകയാണ്. എന്നാൽ മറിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുവിന് ആവശ്യം. കാരണം യേശു ചില ദിവസങ്ങൾക്ക് ശേഷം ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. യേശുവിന് ആവശ്യം സമാധാനമാണ്, പീസ്ഫുൾ ആയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ
മറിയ അത് മനസ്സിലാക്കി യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിനോട് കൂടെ ഇരിക്കുകയാണ്. ഇതാണ് കരുണ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്ന് ചിന്തിക്കുന്നത്, നമ്മൾ കുറച്ച് അവർ ആഗ്രഹിക്കാത്തതായ വിഷയങ്ങൾ, അവർ ചിന്തിക്കാത്തതായ വിഷയങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതായ തത്രപ്പാടോടുകൂടെ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ അത് ഏറ്റവും വിനയായിത്തീരുന്നു. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് യേശു തന്നെ പറയുക. കാരണം എന്താണ് നല്ല അംശം? മറിയ ഒന്നും ചെയ്തില്ല. മറിയ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു. യു ജസ്റ്റ് ലിസൺ ടു ദാറ്റ് പേഴ്സൺ. ചിലപ്പോൾ കരുണ എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിക്ക് കുറച്ച് കാശ് കൊടുക്കുന്നതല്ല, ഒരു വ്യക്തിയെ കുറച്ച് സഹായിക്കുന്നതല്ല കരുണ എന്ന് പറയുന്നത്. ജസ്റ്റ് ബി വിത്ത് ദാറ്റ് പേഴ്സൺ, ജസ്റ്റ് വാക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഐ വാക്ക്ഡ് വിത്ത് ദ ഹാപ്പിനെസ് miles and miles, and it has many things to talk to me. But when I walked with the suffering, tears, we both of us were silent. We walked miles and miles, but we were silent. But the lesson that I have learned from that sadness, suffering, and the cry, it was more than the lesson that I have learned from the happiness. ഇതാണ് ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നത്. ദുഃഖത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് അവരോട് കൂടെ നടക്കുക. ജസ്റ്റ് ബി വിത്ത് ദാറ്റ് പേഴ്സൺ.